എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മളെ ക്ലാസ്സിൽ പറയാൻ പോകുന്ന കഴിഞ്ഞ ക്യാമറയെ പറ്റിയുള്ള ഡീറ്റെയിൽ പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ടുള്ള സബ്ജക്റ്റാണ്. ഇന്നത്തെ സബ്ജക്റ്റിലുള്ള ക്യാമറ എന്ന് പറഞ്ഞാൽ, ഈ ഒരു വീഡിയോയിൽ കൂടി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ക്യാമറ എന്ന് പറഞ്ഞാൽ വെണ്ടൽ പ്രൂഫ് ക്യാമറയും പിന്നെ നൈറ്റ് വിഷൻ ക്യാമറയുടെ കാര്യം കൂടെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കിടക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഏതെങ്കിലും രീതിയിൽ ഉപകാരപ്പെടുകയോ ഇഷ്ടപ്പെടുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് വെണ്ടൽ പ്രൂഫ് ക്യാമറ. അത് പേര് പോലെ തന്നെ വെണ്ടൽ പ്രൂഫ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ. അതിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡൂം ഷേപ്പ് അല്ലെങ്കിൽ ബുള്ളറ്റ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ബുള്ളറ്റ് ടൈപ്പ് കവർഡ് ബുള്ളറ്റ് ടൈപ്പ് ആണ് വരുന്നത്. ഡൂം ഷേപ്പ് ക്യാമറയ്ക്ക് തന്നെ എന്താ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗ്ലാസ് ഒരു 5 kg 10 kg ഒക്കെ പ്രഷർ താങ്ങാൻ പറ്റുന്ന രീതിയിലായിരിക്കും. അതായത് ഒരാൾ അതിനെ അടിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും നശിപ്പിക്കാനൊക്കെ ശ്രമിച്ചാൽ അതങ്ങനെ പെട്ടെന്ന് നശിച്ചു പോകുന്ന രീതിയിലായിരിക്കത്തില്ല. അതിൻ്റെ ബോഡിയൊക്കെ ഹൈ ക്വാളിറ്റിയുള്ള ബോഡിയൊക്കെ ആയിരിക്കും അതിന് പിടിപ്പിച്ചിരിക്കുന്നത്. അത് കൂടുതലും യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള തെഫ്റ്റോ അങ്ങനെ ഏതെങ്കിലും അടിച്ചു പൊട്ടിക്കാൻ സാധ്യതയൊക്കെ ഉള്ള അതോ ഹൈറ്റ് കുറഞ്ഞ ഏരിയയിലൊക്കെയാണ് അങ്ങനെയുള്ള ക്യാമറ വയ്ക്കുന്നത്. പിന്നെ അതിന് മറ്റൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. അതിൻ്റെ മിക്കവാറും ബോഡിയുടെ ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ഗ്ലാസ് ഒരു ബ്ലാക്ക് കളർ കണക്ക് ഇരിക്കും. പക്ഷേ അതിനകത്ത് എങ്ങോട്ടാണ് അതിൻ്റെ ലെൻസ് ഫോക്കസ് ചെയ്തിരിക്കുന്നത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അത് ഫുൾ ഇങ്ങനെ റൗണ്ട് ആയിട്ടിരിക്കുമെങ്കിലും അത് ഏത് സൈഡിലേക്കാണ് അതിൻ്റെ ലെൻസ് ഫോക്കസ് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കും മിക്ക മോഡൽസും വരുന്നത്. പിന്നെ അത് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് നമ്മളോടൊപ്പം ഒരു ഫാക്ടറിക്കകത്താണ്, കുറച്ച് ഹൈറ്റ് കുറവാണ്. ഹൈറ്റ് കുറവെന്ന് പറഞ്ഞാൽ ഫാക്ടറിക്കകത്ത് ഒരുപാട് സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് അതിനകത്ത് വന്നിട്ട് ആ ക്യാമറയിൽ തട്ടിയിട്ട് അതിൻ്റെ ഫോക്കസ് ഏരിയ വിട്ടുപോകുകയോ അല്ലെങ്കിൽ അത് ഡാമേജ് ആവാനൊക്കെ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്ന ഏരിയയിലാണെങ്കിൽ അവിടെ തന്നെ ക്യാമറയും ഫിക്സ് ചെയ്യേണ്ടുള്ള ഒരു ആവശ്യമാണെങ്കിൽ അങ്ങനെയുള്ള എടുത്തത് യൂസ് ചെയ്യും. പിന്നെ ഒരുപാട് ഡസ്റ്റൊക്കെ വരുന്ന പൊടിപടലങ്ങളൊക്കെ ഉള്ള ഫാക്ടറി അങ്ങനെയൊക്കെ ഉള്ള എടുത്തുണ്ട്. അങ്ങനെയുള്ള എടുത്തും ഇതേ കണക്കുള്ള ക്യാമറയാണ് യൂസ് ചെയ്യുന്നത്. അത് കവേർഡായിരിക്കും ക്യാമറ. കവേർഡ് ആകുമ്പോഴത്തേനും അതിനകത്ത് ഡസ്റ്റ് ഒന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ടെക്നോളജിയിലാണ് അത് ചെയ്തിരിക്കുന്നത്. ഈ വെണ്ടൽ പ്രൂഫ് ക്യാമറ ഇങ്ങനെ അടിച്ചാലോ ഒന്നും പൊട്ടാത്ത രീതിയിൽ ഇത്ര kgയുടെ പവർ വരെയൊക്കെ താങ്ങാൻ പറ്റുന്നത്. അതായത് 5 കിലോ 10 കിലോ അങ്ങനെയൊക്കെ ഒരു ഹാമർ കൊണ്ടൊക്കെ അടിച്ചാലൊന്നും പറ്റാത്ത രീതിയിലൊക്കെയാണ് അതിൻ്റെ മോഡലിംഗ് വരുന്നത്. അത് ഡൂമാണ് അങ്ങനെ വരുന്നത്. ബുള്ളറ്റ് ആണെങ്കിൽ വേറെ കവേർഡിനകത്തായിരിക്കും. അത് ഇതണക്ക് തന്നെ പ്രഷറൊക്കെ താങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള മോഡലാണ് വരുന്നത്. ആണ് വെണ്ടൽ പ്രൂഫ് ക്യാമറയുടെ പ്രത്യേകത. ബാക്കി അതിനകത്തുള്ള ഇൻബിൽറ്റ് ടെക്നോളജി അല്ല. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നതെന്ന് വെച്ചാൽ നൈറ്റ് മോഡ് ക്യാമറ. നൈറ്റ് മോഡ് ക്യാമറ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മാർക്കറ്റിലെല്ലാം കിട്ടുന്നതെല്ലാം നൈറ്റ് വിഷനൊക്കെ ഉള്ള ക്യാമറയാണ്. ഇപ്പം നമ്മൾ പ്രത്യേകിച്ച് നൈറ്റ് വിഷൻ എന്ന് പറഞ്ഞ് വാങ്ങേണ്ട ആവശ്യമില്ല. പക്ഷേ നേരത്തെ എന്ന് പറഞ്ഞാൽ നൈറ്റ് വിഷൻ ക്യാമറയിൽ തന്നെ ചോദിച്ച് വാങ്ങണമായിരുന്നു. അതിനകത്ത് ഞാൻ നേരത്തെ നിങ്ങളെ സൂചിപ്പിച്ച പോലെ IR ലൈറ്റ് എല്ലാം വെച്ചിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ ഉള്ള ക്യാമറ ആയിരുന്നു നമ്മൾ സ്പെഷ്യലായിട്ട് ചോദിച്ച് വാങ്ങണമായിരുന്നു. ഇപ്പോഴും ആ മോഡൽ കിട്ടുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ഏറ്റവും അധികം യൂസ് ചെയ്യുന്ന എല്ലാ ക്യാമറയിലും IR ലൈറ്റ് വരുന്നതാണ്. IR ലൈറ്റ് പിന്നെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ റേഞ്ച് IR ലൈറ്റ് എത്രത്തോളം റേഞ്ച് ആണ് നമ്മൾക്ക് ആവശ്യം, അതിനനുസരിച്ച് നോക്കിയിട്ടാണ് IR ലൈറ്റ് സെലക്ട് ചെയ്യേണ്ടത്. അതാണ് ഇപ്പോൾ ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത്. അല്ല നോർമൽ ഇപ്പോൾ എല്ലാ ക്യാമറയിലും നൈറ്റ് വിഷൻ മോഡ് എന്ന് പറഞ്ഞാൽ നൈറ്റ് വിഷൻ ആക്റ്റീവായിട്ടുള്ള മോഡാണ് വരുന്നത്. ഇപ്പോൾ IR ലൈറ്റ് വെച്ചുള്ള നൈറ്റ് വിഷൻ ആണെങ്കിൽ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിക്ചർ ആയിരിക്കും അത് കാണുന്നത്. അതിൻ്റെ നോർമൽ ലൈറ്റിങ് അതിന് കിട്ടാതെ വരുമ്പോഴത്തേന് അതിനകത്തൊരു LDR സ്വിച്ച് ഉണ്ട്. ആ LDR സ്വിച്ച് വർക്ക് ചെയ്തിട്ട് അതിൻ്റെ IR ലൈറ്റിനെ ഓൺ ചെയ്യും. IR ലൈറ്റിന് നമ്മൾക്ക് അതിൻ്റെ ലൈറ്റിൻ്റെ ഏരിയ 20-25 മീറ്റർ എന്നൊക്കെ നേരത്തെ പറഞ്ഞിട്ടില്ലേ. പക്ഷേ ആ IR ലൈറ്റ് നമുക്കത് നേരിട്ട് കാണാനൊന്നും പറ്റത്തില്ല. നമ്മൾ കാണുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ക്യാമറയിൽ നോക്കുമ്പോഴത്തേന് ക്യാമറയുടെ ചുറ്റിനും ഒരു റെഡ് ഒരു റിങ് കണക്കോ അല്ലെങ്കിൽ ഡോട്ടഡ് കണക്കോ അതുണ്ടാവും. അതാണ് IR ലൈറ്റിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് ആക്റ്റീവ് ആയി എന്നുള്ളതൊക്കെ അറിയാൻ പറ്റുന്നത്. അതാണ് നൈറ്റ് വിഷൻ മോഡിലേക്ക് വരുന്ന ക്യാമറ. അതിപ്പോൾ എല്ലാ ക്യാമറയിലും അങ്ങനെയൊക്കെ തന്നെയാണ് വരുന്നത്. പിക്ചർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് വരുന്നത്. പിന്നെ ഈ IR ലൈറ്റിന് തന്നെ ചെറിയ ഡിഫറൻസ് ഒക്കെ ഉണ്ട്. ഡിഫറൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഡോട്ടായിട്ട് കാണുന്ന IR ലൈറ്റ് ഇല്ലേ, അതിന് ലൈറ്റിൻ്റെ കവർ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഒരു റൗണ്ട് ഷേപ്പിലായിരിക്കും. ഈ ഫോട്ടോയിൽ കാണിക്കുന്ന കണക്ക് ഇദ്ദേഹത്തിനെ കണ്ട IR ലൈറ്റിൽ ഈ ആളിനെ കാണുമ്പോൾ അതിൻ്റെ ഫോക്കസ് ഏരിയ റൗണ്ട് ആണ്. അതുകൊണ്ടാണ് റൗണ്ട് ആയിട്ട് തന്നെ അത് കാണുന്നത്. അത് ഞാൻ മറ്റൊരു ക്യാമറയുടെ കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ല, മറ്റേ മെട്രിക്സ് LED എന്നൊക്കെ പറഞ്ഞു. അതിൻ്റെയൊക്കെ ഫോക്കസ് ഏരിയ അങ്ങനെയല്ലേ വരുന്നത്. അതിന് സ്ക്വയർ ആയിട്ടാണ് അതിൻ്റെ ഫോക്കസ് ഏരിയ വരുന്നത്, എന്ന് വെച്ചാൽ IRൻ്റെ ഫോക്കസ് വരുന്നത്. അപ്പോൾ അതിനെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ റൗണ്ട് ഷേപ്പ് ഉണ്ടാവില്ല, നല്ല സ്ക്വയർ ആയിട്ട് തന്നെ ആയിരിക്കും ഉണ്ടായിരുന്നത്. അതൊക്കെയാണ് ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ടെക്നോളജിയിലുള്ളത്. ഈ ഡോട്ടഡ് ഉള്ളതിന് ഇതാണ് പക്ഷേ അത് നോർമൽ ക്യാമറയല്ല, ഇപ്പോഴും ഇത് തന്നെയാണ് വരുന്നത്. ഇപ്പം നൈറ്റ് മോഡിലേക്ക് കളറായിട്ട് ഫുള്ള് നൈറ്റിലും കളറായിട്ട് തന്നെ വർക്ക് ചെയ്യുന്ന ക്യാമറകൾ വരുന്നുണ്ട്. പിന്നെ മറ്റൊരു ക്യാമറയാണ് ഫിഷ് ഐ ക്യാമറ. അപ്പോഴേ ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് നിർത്തുന്നു. ഇതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെ ആയിരിക്കും അടുത്ത ക്ലാസ്സുകൾ. ഈ ക്ലാസ്സുകൾ ഉപകാരപ്പെടുന്നെങ്കിൽ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുവാൻ വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക.